പണം സമ്പാദിക്കാൻ വേണ്ടി ഈ കുട്ടി വെറും $10,000 തകർന്ന് മൊബൈൽ ഫോണുകൾ നിറഞ്ഞ ഒരു വെയർഹൌസ് വാങ്ങി അവ നന്നാക്കി ഇരട്ടി വിലയ്ക്ക് വിൽക്കുക എന്നതാണ് അവന്റെ പദ്ധതി. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് പുതുക്കിയ ഫോണുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമായി. സ്വർണ്ണഖനിയാൻ അയാൾ കരുതിയത് മാലിന്യ കൂമ്പാരമായി മാറി. പക്ഷേ ജാക്ക് എളുപ്പത്തിൽ ഉപേക്ഷിക്കുന്ന ആളല്ല. സ്പെയർ പാർട്സ് വിൽക്കാനുള്ള പദ്ധതിയുമായി അയാൾ ഒരു മൊബൈൽ കമ്പനിയെ സമീപിച്ചു. അവിടെ വെച്ച് അയാൾ ഒരു അഹങ്കാരിയെ മാർക്കറ്റ് മാനേജറെ കണ്ടുമുട്ടി. ജാക്കിന് വെറും ഒരു ചെറുകിട ഫോൺ മെക്കാനിക് എന്ന് തള്ളിക്കളഞ്ഞു. അയാളെ തുറന്ന് നിരസിച്ചു. 100 പാർട്സ് വേർതിരിച്ചിട്ട് ഗുണനിലവാര പരിശോധനയിൽ വിജയിക്കണോ, അത് നിങ്ങളുടെ കഴിവിന് മാത്രമാണ്. പക്ഷേ ജാക്ക് ഉറച്ചു നിന്നു. തുടർച്ചയായി 3 ദിവസം ഉറക്കമില്ലാതെ അവൻ ഓരോ ഫോണും തുറന്നു. ഏറ്റവും ചെറിയ സ്ക്രൂകൾ പോലും വേർപ്പെടുത്തി വിശദമായ ഒരു തകരാർ സൃഷ്ടിച്ചു. കഠിനാധ്വാനം ഒരിക്കലും പാഴാകില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഗുണനിലവാര പരിശോധനയിൽ വിജയിച്ചു. പക്ഷേ ജാക്ക് ശാന്തനായി തുടർന്നു. ഇത് ആദ്യപടി മാത്രമായിരുന്നു. റിപ്പോർട്ട് മാനേജർക്ക് കാണിച്ചപ്പോൾ അയാൾ വീണ്ടും നിരസിക്കപ്പെട്ടു. എനിക്ക് നിങ്ങളെ അറിയില്ല, മാനേജർ ശാന്തമായി പറഞ്ഞു. ജാക്കിന്റെ കോപം പൊട്ടിത്തെറിച്ചു. കമ്പനിയുടെ ചെയർമാനേക്ക് അയാളുടെ ശബ്ദം മുഴുവൻ പ്രതിധ്വനിച്ചു. അദ്ദേഹം ജാക്കിന് ഒരു അവസരം നൽകാൻ തീരുമാനിച്ചു. ചെയർമാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ അദ്ദേഹം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് ടൂറിനായി പോവുകയായിരുന്നു. ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 3 മണിക്കായിരുന്നു. ജാക്കിനോട് പിന്നീട് തിരിച്ചു വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ ജാക്കിന് സമയമില്ലായിരുന്നു. അടുത്ത വർഷത്തോടെ $500,000 സമ്പാദിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെടും. ട്രെയിൻ പുറപ്പെടുന്നതിന് 40 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ജാക്കിന് വീട്ടിലിരിക്കാനോ അവസരം നഷ്ടപ്പെടാതിരിക്കാനും കഴിയുമായിരുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് ഒരു ടിക്കറ്റ് വാങ്ങി. പക്ഷേ സ്റ്റേഷനിലെത്താൻ 1 മണിക്കൂർ എടുക്കും. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പഴയ സ്കൂട്ടർ മാത്രമായിരുന്നു. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ഓടിച്ചു. ഇടവഴികളുള്ള വെട്ടിച്ചുരുക്കി ആളുകളിൽ ഇടിച്ചു വീണു, പരിക്കേറ്റിച്ചു. അദ്ദേഹത്തിന്റെ സ്കൂട്ടർ തകരാറിലായി. പക്ഷേ 15 മിനിറ്റ് മാത്രം ശേഷിക്കെ അദ്ദേഹം ഉടനെ സ്റ്റേഷനിലേക്ക് കൂടി. അവസാന നിമിഷം ശ്വാസം കിട്ടാതെ അദ്ദേഹം ചെയർമാന്റെ അടുത്തെത്തി. ജാക്കിന്റെ ദൃഢനിശ്ചയത്തിൽ ആകർഷണനായ ചെയർമാൻ അദ്ദേഹത്തിന് ഒരു കരാർ നൽകി. എല്ലാ ഭാഗങ്ങളും കേടുവരാതെ പുറത്തെടുക്കുക. നിങ്ങൾ വാങ്ങാം, പക്ഷേ അഡ്വാൻസ് പേയ്മെന്റ് ഇല്ല, ഫാക്ടറി ഇല്ല, തൊഴിലാളികളില്ല. അതിനർത്ഥം എല്ലാ അപകട സാധ്യതയും ജാക്കിനായിരുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾ ഒരു സിംഹത്തിന്റെ വായിൽ കൈവയ്ക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പണയം വെക്കേണ്ടതുണ്ട്.